അപ്പോൾ ആദ്യത്തെ തലത്തിൽ അണുപ്രസരണം കുറയ്ക്കുക. അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതൊരു 3 തലത്തിൽ തന്നെ ഉത്തരവാദിത്തം നമ്മൾ ഏൽക്കേണ്ടതാണ്. സർക്കാർ തലത്തിൽ ഉത്തരവാദിത്തമുണ്ട്, സാമൂഹ്യ തലത്തിൽ ഉത്തരവാദിത്തമുണ്ട്, വ്യക്തി തലത്തിലും അതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ അപരാജിത ധൂപചൂർണം വെച്ചിട്ട് പുകയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൊതുകുകളെ അകറ്റുക എന്നതിലുപരി ഈ അന്തരീക്ഷത്തിലൂടെ അണുക്കൾ പ്രസരിക്കുന്നത് തടയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദഹന വ്യവസ്ഥിതി കറക്റ്റായാൽ അവനവന്റെ പ്രതിരോധ ശേഷിയും ആക്രമണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയ്സ് കെ ജോർജ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കുട്ടികളുടെ പകർച്ചപ്പനിയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഈ വീഡിയോയിൽ പൊതുവെ പകർച്ചപ്പനിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് വരാതെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മഴക്കാലം നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പകർച്ചപ്പനി ആറാടുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അപ്പൊ കൃത്യമായി തന്നെ ഈ ഒരു ഇതിന്റെ പ്രതിരോധത്തിന് ജാഗ്രത കാണിക്കുകയും ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. പ്രധാനമായും ഒരു 3 തലത്തിലാണ് നമ്മൾ ഇതിന്റെ പ്രതിരോധത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ ഈ അണുക്കൾ പ്രസരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ തലത്തില് ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറാതെ നോക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ തലത്തില് ഈ അണുക്കൾ കയറിയാൽ തന്നെ അത് അസുഖം ഉണ്ടാവാത്ത രീതിയിൽ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുക, ക്രമപ്പെടുത്തുക. ഈ ഒരു 3 തലത്തിൽ വേണം നമ്മൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട്. ഇതിന്റെ ആദ്യത്തെ 2 തലത്തിലുള്ള പ്രതിരോധത്തിനാണ് പൊതുവെ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. ഈ മൂന്നാമത്തെ തലത്തിൽ പ്രതിരോധ ശേഷിയെ ക്രമപ്പെടുത്തുക എന്നുള്ളതിന് അത്ര കണ്ട് ഊന്നൽ കൊടുക്കാറില്ല. നമ്മൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ തലത്തിൽ അണുപ്രസരണം കുറയ്ക്കുക. അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതൊരു 3 തലത്തിൽ തന്നെ ഉത്തരവാദിത്തം നമ്മൾ ഏൽക്കേണ്ടതാണ്. സർക്കാർ തലത്തിൽ ഉത്തരവാദിത്തമുണ്ട്, സാമൂഹ്യ തലത്തിൽ ഉത്തരവാദിത്തമുണ്ട്, വ്യക്തി തലത്തിലും അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ വൃത്തിയാക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓടകൾ വൃത്തിയാക്കുക, ഇതൊക്കെ ഒരു സർക്കാർ തലത്തിലുള്ള ഉത്തരവാദിത്തമാണെങ്കിൽ ആ തെരുവ് വൃത്തികേടാവാതെ നോക്കാനും അതുപോലെ തന്നെ ഓടകൾ വൃത്തികേടാവാതെ നോക്കാനുള്ള ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട്. അതേപോലെ തന്നെ അവനവന്റെ വീടും പരിസരവും വൃത്തികേടാവാതെ നോക്കുക, അത് വൃത്തിയാക്കുക. ഒപ്പം തന്നെ ഈ കൊതുകുകൾ പടരാനായിട്ടുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുക. ഇതൊക്കെ വ്യക്തി അധിഷ്ഠിതമാണ്. ഈ 3 തലത്തിൽ ഉത്തരവാദിത്തം ഏറ്റെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി തന്നെ ഈ ഒരു പ്രതിരോധം, ഈ തലത്തിലുള്ള പ്രതിരോധത്തിന് പ്രയോജനം കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ തലത്തിൽ ഞാൻ പറഞ്ഞത് അണുക്കൾ നമ്മളിലേക്ക് കയറാതെ നോക്കുക എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം കൊതുകുകൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള സമയം 6 മണി തൊട്ട് 7:30 വരെ. ആ സമയത്ത് നമ്മൾ വാതിലും ജനലും അടയ്ക്കുക, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക, മാസ്ക് ശീലിക്കുക. ഇതെല്ലാം തന്നെ നമ്മളിലേക്ക് അണുക്കൾ കയറാതെ നോക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആയുർവേദം നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ് ധൂമപാനം. ധൂമപാനം എന്ന് പറയുന്നത് ശരിക്കും പുകയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഈ ഒരു കാലത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മഴക്കാലത്തിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന ധൂമപാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് അപരാജിത ധൂപചൂർണം. ഈ അപരാജിത ധൂപചൂർണം വെച്ചിട്ട് പുകയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൊതുകുകളെ അകറ്റുക എന്നതിലുപരി ഈ അന്തരീക്ഷത്തിലൂടെ അണുക്കൾ പ്രസരിക്കുന്നത് തടയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. ബാക്ടീരിയൽ ഫ്ലോറയിലും അതുപോലെ തന്നെ ഫംഗൽ ഫ്ലോറയിലും ഈ അപരാജിത ധൂപത്തിന്റെ എഫക്റ്റ് ഓൾറെഡി സ്റ്റഡി ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് അണുക്കൾ കയറിയാലും അത് അസുഖം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ക്രമപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാൽ പൊതുവെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഇതിനത്ര കണ്ട് പ്രാധാന്യം കൊടുക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ആയുർവേദത്തില് ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് വ്യാധിക്ഷമത്വം എന്നാണ് പറയുന്നത്. വ്യാധിക്ഷമത്വം 2 തരത്തിലുണ്ട്. വ്യാധി ഉൽപാദക പ്രതിബന്ധകത്വവും വ്യാധി ബലവിരോധിത്വവും. വ്യാധി ഉൽപാദക പ്രതിബന്ധകത്വം എന്ന് പറഞ്ഞാൽ വ്യാധി വരാതെ നോക്കുക, അസുഖം വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ വ്യാധി ബലവിരോധിത്വം എന്ന് പറഞ്ഞാൽ ഈ വ്യാധി വന്നാൽ തന്നെ ആ അസുഖം ഒരുപാട് ശക്തി പ്രാപിക്കാതെ, ഒരുപാട് കോംപ്ലിക്കേഷൻ ആവാതെ പെട്ടെന്ന് തന്നെ മാറിപ്പോകുക. ഈ 2 തലത്തിലും ഈ പ്രതിരോധ ശേഷിയെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയുർവേദത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ദഹന വ്യവസ്ഥിതി കറക്റ്റായാൽ അവനവന്റെ പ്രതിരോധ ശേഷിയും ആക്രമണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഡൈജഷന് പ്രശ്നം ഉണ്ടാകുന്നില്ല. ഹെവി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പരമാവധി കുറയ്ക്കുക. പ്രത്യേകിച്ച് ഈ ഫ്രൈഡ് ഐറ്റംസ്, പുറത്തു നിന്നുള്ള ഈ ഫാസ്റ്റ് ഫുഡ്, ബ്രോസ്റ്റഡ്, ഫ്രൈഡ് ചിക്കൻ, ഇത്തരം കാര്യങ്ങൾ, അങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഈ സമയത്ത് പരമാവധി കുറയ്ക്കുക. വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക. വെള്ളം അങ്ങനെ തിളപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ചുക്കും അതുപോലെ തന്നെ മല്ലി, തുളസിയില, പനിക്കൂർക്കയില, ഇതൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത്, തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. കാരണം ചുക്ക് എപ്പോഴും ദഹനത്തെ ക്രമീകരിക്കുന്നതാണ്.
തുളസിയില ആണെങ്കിലും പനിക്കൂർക്കയില ആണെങ്കിലും ഒരു ആന്റി മൈക്രോബിയൽ ആക്ഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ പ്രതിരോധ ശേഷിയെ ക്രമപ്പെടുത്തുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വിശപ്പിന് കൃത്യമായി വിശപ്പില്ലാതെ ശോധന കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഒരു ഡോക്ടറുടെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യുകയും പ്രതിരോധത്തെ ക്രമപ്പെടുത്താൻ വേണ്ടുന്ന ലേഹ്യങ്ങളും തലയിൽ വെക്കുന്ന എണ്ണകളും ഒക്കെ ഉപയോഗിക്കുന്നതും ഈ ഒരു സമയത്ത് ഇത്തരം പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിൽ വളരെയധികം നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ പകർച്ചപ്പനികൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. അപ്പൊ കൃത്യമായി തന്നെ ഈ പകർച്ചപ്പനികളെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.